Hey all, it's me Aisha. Welcome back to my YouTube channel. സോ ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. അപ്പം ഈ ഒരു വ്ളോഗ് ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും എടുത്തു വെച്ചതല്ല. എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള മടിയൊന്നും പിന്നെ ഈ കഴിഞ്ഞ 2 ആഴ്ച കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. ഞാനിതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. നമ്മളിപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്ന റൂം ഈ ഒരു മാസം കൂടിയേ ഉള്ളൂ. അതായത് ജാനുവരി ഒക്കെ ആകുമ്പോഴേക്കും ജാനുവരി ഫസ്റ്റിലേക്ക് തന്നെ നമ്മൾ പുതിയ വീട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ടൈമും ഇല്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് മടി കൊണ്ടേനു. അങ്ങനെ ഇന്നിപ്പോൾ എന്തായാലും ഒരു വീക്കെൻഡ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആട്ടോ, ബ്രീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതേനു. അപ്പം ഇനി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം റൂം തപ്പി പോകാൻ വേണ്ടി. അങ്ങനെ ഇന്നിപ്പോൾ വീക്കെൻഡായിട്ട് ഞാൻ പറഞ്ഞ പോലെ കാര്യമായിട്ട് മെയിൻ പ്ലാൻ എന്ന് വെച്ചാൽ റൂം തപ്പി ഇറങ്ങലാണ്. ഇപ്പം ഏകദേശം ഒരു 2-3 ആഴ്ച ആയിട്ട് ഡെയിലി വൈകുന്നേരം റൂം തപ്പി ഇറങ്ങുന്ന പണിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ ബ്രീസിൽ വന്നിട്ട് ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു, ഇവിടുത്തെ ബിരിയാണി. അപ്പം ഞാനിവിടെ എനിക്ക് എന്താ പറയുക, സീ ഫുഡ് ബിരിയാണി കേട്ടോ പറഞ്ഞത്. ഇതിൽ ക്രാബും പിന്നെ സ്ക്വിഡ്, പ്രോൺസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മക്കൾക്ക് നോർമൽ ചിക്കന്, ബീഫ് അങ്ങനെ ബിരിയാണിയൊക്കെ പറഞ്ഞു. ഇവർ ഈ ബിരിയാണീൻ്റെ കൂടെ നമ്മളെ നാട്ടിലെ മുട്ടസർക്ക് ആ ഐറ്റം ഉണ്ടല്ലോ, അതൊക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ബിരിയാണി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സീ ഫുഡ് ബിരിയാണി സംഭവം അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴേക്കും താഴെ ഒരുപാട് സ്നാക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ച് ഓൾറെഡി വയറ് ഫുള്ളായതുകൊണ്ട് തന്നെ സ്നാക്സ് ഒന്നും വാങ്ങിയില്ല. ഒരു ചായ വാങ്ങി കുടിച്ചിട്ട് ഇനി നേരെ റൂം തപ്പിപ്പോണം. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടോ. എൻ്റെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സീ ഫുഡ് ബിരിയാണി. പക്ഷെ ആ ഞണ്ടൊന്നും നല്ലോണം ആസ്വദിച്ച് കഴിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ബാക്കിയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ നേരെ ഇസാൻ്റെ സൈക്കിളിൻ്റെ ടയർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്നതേനു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റൂം നോക്കാൻ വേണ്ടി പോകണം. കാരണം നമുക്ക് ഈ ഒരു മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇപ്പം നിൽക്കുന്ന റൂം മാറണം. അപ്പം കുറച്ച് ദിവസമായിട്ട് റൂം നോക്കുന്ന തിരക്കിലാണ്. അപ്പം നെക്സ്റ്റ് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് റൂം നോക്കാൻ വേണ്ടി പോകണം. ഇസാനാണ്ടോ ഓന് കുറേ ദിവസമായിട്ടോ പറയുന്നത് ഓൻ്റെ സൈക്കിൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങുന്നുണ്ട് ഇപ്പോൾ. സൺസെറ്റ്, സൗദി അറേബ്യയുടെ സൺസെറ്റ്. വാ വാ. ഫ്രൈഡേ ഒക്കെ ആകുമ്പോൾ ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇതായിരിക്കും കേട്ടോ. നല്ല തിരക്കായിരിക്കും, അത്യാവശ്യം നല്ല പോലെ തിരക്കുണ്ടാവും റോഡിലൊക്കെ. അപ്പോൾ കുറേ ടൈം ഇങ്ങനെ ട്രാഫിക്ക് പെട്ടിട്ട് പോവും. അപ്പം നമ്മളിപ്പം ഒരു റൂം പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് കുറച്ച് അത്യാവശ്യം ലോങ് ആണ്. ഇവർക്ക് ഓഫീസിലേക്ക് തന്നെ ആയാലും അത്യാവശ്യം നല്ല ലോങ് ഉണ്ട്. അപ്പോൾ പിന്നെ അത് നമ്മൾ കാണാൻ നിന്നില്ല മീൻസ് നമ്മൾ അവിടെ എത്തിയപ്പം ഇനിയും വരാൻ 1 മണിക്കൂർ എന്തോ ലേറ്റ് ആവും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് മെല്ലെ തിരിച്ചു വന്നു. കാരണം അതെന്തായാലും ദൂരം കൊണ്ട് എന്തായാലും നടക്കില്ല. അപ്പോൾ പിന്നെ അവിടുന്ന് മെല്ലെ തിരിച്ചിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിലൊന്ന് വീട്ടിലൊക്കെ കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ നേരെ ബാത്റൂമിലേക്ക് വരാമെന്ന് വിചാരിച്ചു. കാരണം ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ റൂം തപ്പി പോയിട്ട് കാര്യമില്ല. അപ്പം ഇന്നത്തെ റൂം സെർച്ചിങ് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ബാത്റൂമിൽ പോയിട്ടോ. ഈ ഒരു സാധനം ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ് തോന്നുന്നല്ലേ, കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഹെസക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹെസക്ക്. പിന്നെ ഇപ്പോൾ ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ
അതിന് ഉള്ള ഓരോ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് എസക്ക് വേണ്ടിയിട്ടൊരു ഷൂ, എസക്കും എനിക്കൊക്കെ ഒരു ഷൂ വേണമെന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ വാസുമൽ അങ്ങനെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഇവിടുത്തെ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു മോളിൽ പോയിട്ട് അങ്ങനെ കറങ്ങുന്ന പണി ഉണ്ടായിരുന്നു. രസമുണ്ടല്ലേ, എടുത്താലോ? ഇങ്ങനത്തെ ക്രീം ഞാൻ അവിടെ കണ്ടിരുന്നു. ഇങ്ങനത്തെ വേണത്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഏകദേശം ഇവിടെ കഴിഞ്ഞു കേട്ടോ. കാരണം ബാസമെന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ബ്രീസിലേക്ക് തന്നെ വന്നു. കാരണം നമ്മുടെ റൂമിൻ്റെ അടുത്താണ് ഇപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നേരെ വേഗം റൂമിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ വന്നിട്ട് രാത്രിക്കത്തെ ഫുഡ് എന്താണെന്നുള്ളത് ഒന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊരു ഫുൾ ഗ്രിൽ ചിക്കനാണ് കേട്ടോ വാങ്ങിയത്. അതന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു കുറേ ആയിരുന്നു. മക്കളൊക്കെ കഴിച്ചിട്ടും ബാക്കിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫലൂദ വാങ്ങി. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ കുട്ടി കുട്ടി വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.